സ്വരവസന്തമായി മനസ്സിലേക്ക് പെയ്തിറങ്ങിയ കുഞ്ഞുമക്കൾ പാട്ടും ചിരിയും ഒക്കെ കൊണ്ട് പ്രേക്ഷക മനം നിറയ്ക്കുന്ന ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. MG അങ്ങളെ, നമുക്ക് ആ ഭദ്രക്കുട്ടീനെ ഇങ്ങോട്ട് വിളിക്കാം. എന്നിട്ട് സുജാതാന്റെ അടുത്ത് കുറച്ച് പറയുന്നൊക്കെ നമുക്ക് കേൾക്കാം. വിളിച്ചു നോക്കാം. ഓക്കെ, വെൽക്കം ഭദ്രക്കുട്ടി ഓൺ സ്റ്റേജ്. ഭദ്രക്കുട്ടി, എന്താ സ്ലോ മോഷൻ ആണോ? എനിക്ക് തോന്നുന്ന ചെരുപ്പ് കാലിന് ചേരുന്നതല്ല, കാലിന് ഊരിപ്പോയിറങ്ങി വരുന്നത്. അതെ അതെ അതെ. ഉഗ്രൻ ഹെയർ ബാൻഡ്, നല്ല കമ്മല്, നല്ല ഉടുപ്പ്, പാകമല്ലാത്ത ഷൂസ്. ഞങ്ങൾ ഒരുമിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞിട്ടും സൂപ്പർ മോതിരം, നല്ല നെയിൽ പോളിഷ്. സുജി ചോദിക്കുക, എന്നെ മനസ്സിലായില്ലേ, എന്റെ അടുത്ത് മിണ്ടത്തില്ലെന്ന്. മനസ്സിലായില്ലേ? സുജാതന്റെ നീറിങ്ങോ നീലക്കുഴലി ഞാനിവിടെ പാടിയപ്പോ ജഡ്ജസ് എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിച്ചു. ഞാൻ കേട്ടില്ല ഒന്ന്. നാണം കെടുത്തല്ലേ MG അങ്കിളെ, ഞാനൊന്ന് പാടിയിട്ട് പോയിക്കോട്ടെ. അല്ല, ഞാൻ കേട്ടില്ല, ഒന്നുകൂടെ പറയാവോ? ഏത് പാട്ട്? 7 സുന്ദര രാത്രികൾ. അതിന്റെ കാര്യമല്ല ഞങ്ങൾ ചോദിച്ചേ. സുജാതാന്റിയുടെ ഏതോ പാട്ട് പാടിയപ്പോ എല്ലാരും എഴുന്നേറ്റ് കൈയടിച്ചു. കേട്ടില്ല. 7 സുന്ദര രാത്രികളാ, പക്ഷെ എന്നെ കൊണ്ട് പറയാൻ പറ്റൂല. ചുമ്മാതല്ല, നമ്മുടെ ഇജോ കുട്ടൻ ഇവിടെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ചുമ്മാ പറഞ്ഞ കേക്കുന്നില്ലേ? ഇങ്ങനെ വാശിയല്ലേ? ഇജോ കുട്ടന്റെ കാര്യമല്ല ആലോചിക്കണ്ടേ, പാട്ടിലുള്ള കാര്യം. അല്ല, ഇജോ കുട്ടൻ പറഞ്ഞ കാര്യം ആലോചിച്ചാ എന്താ? ഇജോ കുട്ടൻ പറഞ്ഞു ഈ കൊച്ച് ഒന്നും പറഞ്ഞാ കേക്കത്തില്ല, ഭയങ്കര വാശിയാണെന്ന്. ഭയങ്കര വാശിയാ. പിന്നെ എങ്ങനെയൊന്ന് സ്നേഹിക്കാൻ തോന്നുന്നു ചോദിച്ചു. ഇങ്ങനെ വാശി കാണിക്കുന്ന ആൾക്കാരെ എങ്ങനെ സ്നേഹിക്കും എന്ന് ചോദിച്ചു. എന്താന്ന് അറിയില്ല, എന്തെങ്കിലും പറഞ്ഞാണ് അപ്പൊ വീണ്ടും പറയാന്ന് പറഞ്ഞ ഞാൻ എന്റെ പൊന്നെ, ഇപ്പൊ എത്ര വയസ്സായി? 6. ഒരു 60ന്റെ എഫക്ട് ഉണ്ട് മോളെ. ഞാൻ എത്രാം ക്ലാസ്സിലാന്ന് അറിയോ നിങ്ങൾക്ക്? എത്ര? അത് മറന്നുപോയോ? എത്ര? UKG യോ? 1 പൊട്ടത്തെറ്റ്. 1 ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഇങ്ങനെ കാണിച്ചില്ലേ ഞാൻ? 1 ഇങ്ങനെ കാണിക്കല്ലേ വേണ്ടേ, പറയാ വേണ്ടേ. അപ്പൊ ഏത് പാട്ടാ? 7 സുന്ദര രാത്രികൾ ഞാൻ കുറച്ചുമ്പോ പറഞ്ഞതല്ല. അത് സുജി പാടിയതാണ്. എണ്ണീറ്റ് കൈയടിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. ഓ, അത് ശരി. ആരൊക്കെയാണ് ഇതിന്റെ മ്യൂസിക്? ബാക്കി ഇതൊക്കെ ആരാ? മ്യൂസിക് ദേവരാജ മാഷ്, വരികൾ എഴുതിയത് വയലാർ രാമവർമ്മ സാർ, രാഗം മോഹനം, സിനിമ അശ്വമേധം, പാടിയത് സുശീലാമ്മ. വർഷം Which year? അതിനാരെങ്കിലും ഇവിടെ ബീച്ചിൽ പോയിട്ടുണ്ടോ? എനിക്കറിഞ്ഞൂടാ. അതൊക്കെ പറഞ്ഞാ പോരായിരുന്നു. അതിനാണ് ഇത്ര നേരം എന്നെ കൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടിച്ചത്. അതുകൊണ്ട് പറയുന്നു 1967. മനസ്സിലായോ? 1967. എന്റെ പൊന്നു മീനൂട്ടി ചേച്ചി, ഈ 1, 2 ഒക്കെ പഠിപ്പിക്കണത് LKG യിലോ UKG യിലോ എവിടെങ്കിലും ആയിരിക്കും, ഈ പ്ലേ ക്ലാസ്സിലോ അങ്ങനെ എന്തെങ്കിലും അവിടെയൊക്കെ. കൊച്ചു പഠിച്ചിട്ടില്ലേ? അപ്പൊ അത് അങ്ങ് പറഞ്ഞു കേൾപ്പിച്ചു കൊടുക്കും. 1, 9, 6, 7 കൂട്ടി അങ്ങ് പറഞ്ഞു കൊടുക്ക്. 1, 2, 3, 4, 5 പാടിക്കും. അതാ നല്ലത്. നമുക്കും ഒക്കെ അതാ നല്ലത്. ഓൾ ദി ബെസ്റ്റ്. സുന്ദര രാത്രികൾ ഏകാ
ഭദ്രക്കുട്ടി എന്തോ ഐ ലവ് യു. ഐ ലവ് യു ടു. ഐ ടു ലവ് യു. ഐ ടു ലവ് യു. ആ എംജിങ്ങളെ എന്റെ അമ്മാവൻ മ്യൂസിക് ചെയ്ത ഒരു പാട്ട് എംജിങ്ങള് പാടിയിട്ടുണ്ടല്ലോ. എന്റെ അമ്മാവൻ പറഞ്ഞായിരുന്നു ഞങ്ങളോട് ഭഗവാന്റെ പാട്ട്. അല്ല അമ്മാവന്റെ പേരെന്തോ? കൈലാസ്നാഥ്. കൈലാസ്നാഥ്. യെസ് യെസ് യെസ്, ഓർമ്മയുണ്ട് മോളെ. മ്യൂസിക് റൺസ് ഇൻ ദ ഫാമിലി. അപ്പൊ മോള് പാട്ട് അസാധ്യമായിട്ട് പാടിയേട്ടാ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പർ. കാരണം ചില സംഗതികളൊക്കെ അതിമനോഹരമായിരുന്നു. ഒന്നും പറയാനൊന്നുമില്ല. കാരണം ഈ പ്രായത്തിൽ ഇങ്ങനെ പാടിയാൽ ഇനി കുറച്ച് ഒരു 10-20 വയസ്സാകുമ്പോൾ എങ്ങനാകും, എങ്ങനെ ഇരിക്കും എന്ന് ഞങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പാട്ട് പഠിപ്പിച്ചു തരണം അമ്മ തന്നെയാണോ അതോ മാമനോ? അമ്മ വരി പഠിപ്പിക്കും, അച്ഛൻ നോട്ട് പഠിപ്പിക്കും. ആ. എല്ലാ ഗ്രൂമിങ്ങളും നോട്ട് പഠിപ്പിക്കും. അല്ല, ഗ്രൂമിങ് അങ്കിൾ ഇവിടെ വരുമ്പോ മോളെ ഗ്രൂം അത് പാട്ട് പഠിച്ചു വന്നത് ഒന്നും കൂടെ ശരിയാക്കി തരല്ലേ ചെയ്യണേ? അപ്പൊ മോള് പഠിച്ചിട്ട് വരില്ലേ വീട്ടിൽ നിന്ന്? ശരിയാക്കി തരും. ഈ റാമ്പിലെ ഈ മോഡൽസ് ഒന്നും നിക്കൂല്ലേ, അതുപോലെയല്ലേ നിക്കണേ നോക്കി. ഇത്തിരി ഇടഞ്ഞു നിൽക്കുക. അപ്പൊ കുഞ്ഞേ എന്ത് രസേട്ടാ പാടിയേ, ഭയങ്കര ഇഷ്ടായി. 6 വയസ്സിലൊക്കെ ഇങ്ങനെയൊക്കെ പാടാന്ന് പറഞ്ഞ അതൊക്കെ ഭയങ്കര ബ്ലെസ്സിങ്ങാ മോളെ. ആ. ഈശ്വരനോട് താങ്ക്സ് പറയാറുണ്ടോ? കാലത്ത് പ്രാർത്ഥിക്കാറുണ്ടോ ഈശ്വരന്റെ മുമ്പില്? ദിവസവും കണ്ണന്റെ അടുത്ത് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നത്. ആണോ? ആ അപ്പൊ ശരി മോളെ, നല്ല പാട്ടുകൾ ഇതുപോലെ പഠിച്ചു വന്ന് പാടണം കേട്ടോ ഇവിടെ. ആ. ആൻറ്റി ഇങ്ങനെ കാത്തിരിക്കും മോള് വലിയ പാട്ടുകാരിയായിട്ട് വലുതായിട്ട് കാണാൻ. ഓക്കെ ഭദ്രക്കുട്ടി, എന്തോ ആ തലയിലിട്ടേക്കണ സാധനം കൊള്ളാലോ. ഞാൻ അപ്പൊ പാടി തുടങ്ങിയപ്പോ ഒരു നോട്ടോട്ട് വെച്ചിരിക്കണ അതില്. അതെന്താ അത്? ബുഷ്. ബുഷാ? എനിക്ക് അറിഞ്ഞൂടെ ഇത്. ആ എന്നാ പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടാ. പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ആ പിന്നെ ഇപ്പൊ എന്താ ഈയിടെയായിട്ട് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോ രണ്ടാമത് പറയാൻ പറയുമ്പോ പറയാത്തെ? ഒന്നുമില്ല. എന്തോ ഉണ്ട്, ആരോ എന്തോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് പറഞ്ഞു കൊടുത്തു? ഇനി അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഒന്നും പറഞ്ഞു തന്നിട്ടില്ല, ഞാൻ സ്വന്തമായിട്ട് പറയുന്നത്. അങ്ങനെയാണ് ഒന്നുകൂടെ കേൾപ്പിച്ചു കൊടുക്കും, അതൊന്ന് വിശ്വാസം വരട്ടെ. ആ ഒന്ന് കേക്കട്ടെ. മറന്നു. മറന്നു പോകുന്നത് പഠിച്ചു പറയുമ്പോഴാ, സ്വന്തമായിട്ട് പറയുമ്പോ മറക്കൂല അതെ, നമ്മള്. അതെ. പക്ഷെ പഠിപ്പിച്ചാണെ നമ്മൾ മറന്നു പോകും. ഹാർട്ടിൽ നിന്ന് പറയുമ്പോഴേ, ആ, ഹൃദയത്തിൽ നിന്ന് പറയുമ്പോ മറന്നു പോവില്ല. അതെ. ആ മറന്നു പോയി. ആ അപ്പൊ പഠിപ്പിച്ചതാ. അത് സാരില്ല. എന്നാ ഓക്കെ, എന്നാ ഇനിയിപ്പോ സപ്പോർട്ട് സാരില്ല, ഇനി പറയണ്ട. ഓക്കെ അല്ലേ അല്ലേ വിനൂട്ടി? അതെ, വേണ്ട, നമുക്കിനി അതായത് പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ടാറ്റാ. പൂക്കുച്ചൊന്നും വേണ്ട. എല്ലാം മറന്നു പോവാ കൊച്ച്. ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഭദ്രക്കുട്ടി പൂക്കുറ്റി. താങ്ക് യു. ടാറ്റാ. ടോപ്പ് സിംഗർ വേദിയിലേക്ക് ഒരു മനോഹര ഗാനവുമായിട്ട് നമ്മുടെ ദേവൂട്ടി എത്തുന്നു. വെൽക്കം ദേവനന്ദ ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ. ആ ചുരുണ്ട മുടിയൊക്കെ എവിടെ പോയി? ഒതുക്കി വെച്ചു എല്ലാം. ആണോ? അത് ഒതുക്കി ചുരുട്ടി കൂട്ടി ഒരു ഉണ്ടയായിട്ട് ഇട്ടിരിക്കുക അല്ലേ? രണ്ട് സൈഡിൽ രണ്ടെണ്ണം. ചുരുട്ടിക്കൂട്ടിയാലോ ടെക്നിക്കലി. ആ ടെക്നിക്കലി പശയൊക്കെ വെച്ച് ഒട്ടിച്ച്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ അതെ കേട്ടോ. കാണാൻ. താങ്ക് യു സാർ. എങ്ങനെയുണ്ട് ജീവിതം? നല്ല ജീവിതം. ഇപ്പൊ എല്ലായിടത്തും പോകുമ്പോ ആൾക്കാരൊക്കെ എന്ത് പറയുന്നു? ആൾക്കാര് ഞാനല്ലേ ഓന്തന്റെ മകൻ എന്ന് പറഞ്ഞു പറയുന്നു. എന്നിട്ട് പാട്ട് പാടുന്നൊന്നും ഏ? പാട്ട് പാടുന്നൊന്നും ഓന്തന്റെ മകൻ. പാട്ട് പാടുന്നൊന്നും ആരും പാടുന്നതിനെ പറയുന്നില്ല. പറ്റി ആരും- ഓന്തന്റെ മകനെ പറ്റിയാ പറയുന്നത്. എൻ്റെ അടുത്ത് ഇൻകം ടാക്സിലുള്ള ജയദേവൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു ഇതുപോലെ ആ കുട്ടിക്ക് എന്തെങ്കിലും വിഷമമാകുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ കൊച്ചിന് ഒരിക്കലും വിഷമമാകത്തില്ല. എന്തായാലും ഇപ്പൊ ലോകം മുഴുവൻ അറിഞ്ഞു അല്ലേ? അതെ, തിരിച്ചറിഞ്ഞു. അത് മോൾ എന്ത് പറ്റിയതാ? അത് സത്യത്തിൽ ഞാൻ ഈ ഇംഗ്ലീഷിൽ എഴുതി പഠിച്ചപ്പോ അങ്ങനെ ഇംഗ്ലീഷില് ഒതേനന്റെ മകൻ ഞാൻ Spelling വിചാരിച്ചു മാറിപ്പോയി. ഓന്തന്റെ മകൻ. അപ്പൊ ഞാനത് ഒന്ന് സ്റ്റേജിൽ പറഞ്ഞു. നമ്മള് കണ്ടില്ല. ഇന്റെ എന്നുള്ള പോയി. നേരത്തെ ആയി പോയി. അപ്പൊ എല്ലാരും വിളിക്കും ഇനി ഇതേ ഓന്തന്റെ മോൻ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കും ഇല്ലേ? കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ ഇതൊക്കെ, അത് കഴിയുമ്പോ ഒക്കെ പോവും. നോക്ക് ബ്രദേഴ്സ് ഉണ്ടോ? ഇല്ല സിസ്റ്ററാ. ആ ബ്രദേഴ്സ് ഉള്ള അനിയത്തിമാരൊക്കെ ഇതൊക്കെ യൂസ്ഡ് ആയിരിക്കും. ചേട്ടന്മാരെന്ന് പറഞ്ഞാൽ നമ്മളെ കളിയാക്കി കൊല്ലാൻ വേണ്ടിയുള്ളവരാണ്. അപ്പോ അങ്ങനെ പറയണവരൊക്കെ ചേട്ടന്മാരായിട്ട് വിചാരിച്ചാൽ മതി.
ആ അപ്പൊ ഏതാ പാട്ട് പാടുന്നേ? മിഴിയോരം. ഓ ബ്യൂട്ടിഫുൾ സോങ് ആണ്, അസാധ്യ സോങ് ആണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു 10 സോങ് ചോദിച്ചാൽ അതിലൊരു സോങ് ഇതാണ്. പിന്നെ ഡീറ്റെയിൽസ് പാടിയത് ജാനകിയമ്മ, ആ. മ്യൂസിക് ജെറി അമൽദേവ് സാർ, എഴുതിയത് ബിച്ചു തിരുമല സാർ. സിനിമ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. വെരി കെയർഫുൾ അല്ലേ? കെയർഫുൾ ആയിട്ട് നമ്മളിങ്ങനെ ഈ ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പോഴത്തേക്ക് ബോൾ ചെയ്യുമ്പോഴത്തേക്ക് അടിക്കുമല്ലോ, അടിക്കുമ്പോഴത്തേക്ക് ഈ ക്യാച്ച് പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന രീതിയില് ഞങ്ങൾ 3 പേരും അതെ അതെ. പക്ഷെ ഒന്നും വീണില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഓൾ ദ ബെസ്റ്റ് ദേവനന്ദ കുട്ടി. Very nice, very nice. Very good, very good. കാലക്കട ദേവനന്ദ എന്തോ മനോഹരമായിട്ട് പാടി. താങ്ക് യു സാർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു ഒതുക്കം ആ പാട്ടിനകത്തുണ്ടായിരുന്നു. കുറച്ച് സ്ഥലം ഈ കടം വാങ്ങും, പിന്നെ ശലഭങ്ങൾ അങ്ങനത്തെ എടുക്കുന്ന സ്ഥലത്ത് കുറച്ച് സംഭവം ഉണ്ട്, പക്ഷെ ഇഗ്നോറബിൾ ആണ്. കാരണം ടോട്ടൽ ഒരു സോങ്ങിനെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ടോട്ടൽ മൂഡ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ബേസിക് ആയിട്ട്.
പക്ഷെ ഒരുപാട് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ട് കയറും. ഇതാണ് ശിശിരങ്ങൾ കടം വാങ്ങും, അത്രേ ഉള്ളൂ. പിന്നെ ശലഭങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ, പക്ഷെ അതിൻ്റെ വികാരമുണ്ടല്ലോ ആ പാട്ടിൻ്റെ. ഞാനിപ്പം നമ്മുടെ സുജുവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ പാട്ട്, അതായത് 1980 ഞാൻ ലിബിയയിലായിരുന്നു. ലിബിയ എന്ന് പറഞ്ഞ മുഹമ്മർ ഗദ്ദാഫിയുടെ ആ സ്ഥലത്ത് അക്കൗണ്ടൻ്റ് ആയിട്ട് പോയതാണ്. പക്ഷേ PR ആയിട്ടാണ് എനിക്ക് അവിടെ തന്നത്. മലയാളി ഗ്രൂപ്പാണ്, KSCC, കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ. അപ്പോൾ ഈ പാട്ട് അവിടെ വന്ന ഈ ലേബറേഴ്സിൽ ആരോ ഒരാൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ട് തന്നു. അവിടെ ആണെന്ന് വെച്ചാൽ വളരെ ഡ്രൈ ആണ്, ഒരു ഫോൺ വിളിക്കാൻ പറ്റില്ല, എഴുത്തയക്കാൻ പറ്റില്ല. ഐ എം ടോക്കിംഗ് അബൌട്ട് 1980. ആ പാട്ട് പാടാനുള്ള സംവിധാനമില്ല, ഒന്നുമില്ല. എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി നിൽ. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ദാസേട്ടന് പാടിയിട്ടുണ്ട് ഇത്. അപ്പം ഇത് രണ്ടും കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മനസ്സിൽ നമുക്ക് ആരുമില്ല എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിൽ, ഒരു മരുഭൂമിയിൽ, ഇപ്പോൾ കണ്ടില്ല ആട് ജീവിതം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു മരുഭൂമിയിൽ എന്നെ കൊണ്ടിട്ടിട്ട് എനിക്ക് വീട്ടിലോട്ട് ഫോൺ ചെയ്യാൻ സംവിധാനമില്ല, എഴുത്തയക്കാൻ സംവിധാനമില്ല. പിന്നെ ഈ ലേബറേഴ്സിൻ്റെ ഒക്കെ ചീത്ത വിളി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ പൈസ നാട്ടിലോട്ട് അയക്കേണ്ട ഡ്യൂട്ടി എനിക്കാണ്. അപ്പം അവിടുന്ന് വേറൊരു ബാച്ച് വരുമ്പോൾ അവർ കത്ത് കൊണ്ടുവരും. അപ്പം അവർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയും ഇതുപോലെ, എൻ്റെ വീട് പട്ടിണിയാ സാർ എന്തെങ്കിലും ഒന്ന് ചെയ്യും, സാറിന് ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് ഇവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ എന്തോ ഒരു വല്ലാത്തൊരു ഫീലിംഗ് എനിക്ക് തന്നൊരു പാട്ടാണ്. അപ്പം ഞാനിത് പകുതി കേട്ട് കഴിഞ്ഞാൽ നിർത്തിയിട്ട്, മഞ്ചാടിക്കുന്നിൽ മണിമുകിലുകൾ ദൂരെ, അങ്ങനെ ഒരു പാട്ടുണ്ട് ഇതിനകത്ത്. നല്ല പാട്ടാണ്. നമ്മളത് ഒരുമിച്ച് പാടിയിട്ടുണ്ട്. ലാൽ സാറിന്റെ എത്രാമത്തെ ഏതോ ഒരു വർഷം ഇവിടെ ഒരു ട്രിവാൻഡ്രത്തൊരു ഫംഗ്ഷൻ നടന്നപ്പോ തിരനോട്ടം, അത് തന്നെ. അതിന് ഞാനും സുജും കൂടെ ആ പാട്ട് പാടിയിട്ടുണ്ട്. ജെറിസാറിന്റെ ഒരു ബ്യൂട്ടിഫുൾ കമ്പോസിഷനാണ് ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും വ്യത്യസ്തമാണ്. എന്താ പറയുന്നത്, ഒരു ജെന്റിൽമാൻ മാത്രമല്ല ഒരു ലെജൻഡ്. നമ്മളെ പാട്ട് പഠിപ്പിക്കുന്നതിലും പെർഫെക്ഷൻ നോക്കുന്നതിലും അറേഞ്ച്മെന്റ്സിലും. അതായത് ഈ പാട്ടിന്റെ അറേഞ്ച്മെന്റ്സ് ഉണ്ടല്ലോ, കീബോർഡ് ഇതൊക്കെ. ഇപ്പൊ ഇതിനകത്ത് തന്നെ ശ്രദ്ധിച്ചില്ലേ, വലുതായിട്ടൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. ടം 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 ടം, ഇത് 2 പ്രാവശ്യമേ ഉള്ളൂ, മതിയല്ലോ, എന്തിനാ കൂടുതൽ? അതിനകത്തെല്ലാം ഉണ്ട്. മോള് നന്നായിട്ട് പാടി. All the best. ഇങ്ങനത്തെ പാട്ടുകൾ എടുത്ത് പാടുമ്പോൾ അതിന്റെ റിസ്ക് എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ടം 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 അത്രേ ഉള്ളൂ. ബാക്കി മുഴുവൻ പാട്ട് നമ്മളാ പാട്ടുകാർ ക്യാരി ചെയ്യണം. ഈ പാട്ട് അത് മോള് 100% ക്യാരി ചെയ്തു എന്നാണ് ഞാൻ പറയുന്നത്. തെറ്റുകൾ ഉണ്ടാവും, കുറച്ച് ശ്രുതി അങ്ങ് ഒരു ഫ്ലാറ്റ് ആയിട്ടുണ്ട് 2 സ്ഥലത്ത്, ഒരു തെറ്റുണ്ട്. പക്ഷേ ആ പാട്ടിന്റെ ഭാവം മോൾ ശരിക്കയിലേക്ക് അങ്ങ് ഇറങ്ങിപ്പാടി, ആ ക്യാരക്ടറായി. അതാണ് ഒരു സിംഗറിന് ആവശ്യം. വലിയ ഇഷ്ടമായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇയാൾ ഇതുപോലെ തന്നെയാണോ എല്ലാ പാട്ടും അസാധ്യമായിട്ട് പാടുന്ന ആളാണോ? ഷീസ് എ വെരി ഗുഡ് സിംഗർ. വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഫൈനലിൽ കാണണം അല്ലേ? യു ഹാവ് ടു ബി ദെയർ. അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇപ്പൊ ഇതിന്റെ ഫൈനൽ മാത്രമല്ല, മോളുടെ ഒരു ജേർണി ഉണ്ട്, ഇനി സിംഗിങ് ഒരു ജേർണി ഉണ്ട്. ആ ജേർണിയിലേക്ക് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തോളൂ കേട്ടോ. നല്ല കഴിവുള്ള കുട്ടിയാണ്. ഓൾ ദി ബെസ്റ്റ്. ദേവനന്ദ കുട്ടി അസലായിട്ട് പാടി കേട്ടോ. എനിക്ക് ജാനകിയമ്മ പാടിയതും ദാസേട്ടൻ പാടിയതും ഇഷ്ടമാണ്. രണ്ടുപേരും 2 തരത്തിലാണ് പാടിയിട്ടുള്ളത്. ജാനകിയമ്മ വളരെ ഹസ്കി ആയിട്ട് ആണ് ഇത് പാടിയിട്ടുള്ളത്. അപ്പോൾ ആ ജാനകിയമ്മ കൊടുത്തിട്ടുള്ള ആ ഒരു ഫീലും ആ വോയിസിൽ കൊടുത്തിട്ടുള്ള അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു രീതിയും മോളിവിടെ കൊണ്ടുവന്നു നന്നായിട്ട്. എനിക്ക് അതുകൊണ്ട് വളരെ അധികം ഇഷ്ടപ്പെട്ടു. ശ്രുതി ചില അവിടെ ഇവിടെയൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പറഞ്ഞ കടം വാങ്ങും, ശലഭങ്ങൾ, അതുകൂടാതെ അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്ന പല്ലവിയിൽ ചെറുതായിട്ട് ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ഭാഗം എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ഉഗ്രനായിരുന്നു, നന്നായിട്ട് പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഇതിന് വേറൊരു റിസ്ക് എന്താ വെച്ചാൽ ജാനകിയമ്മ ഹസ്കി ആയിട്ടാണ് പാടിയേക്കണേ. പക്ഷെ ജാനകിയമ്മയുടെ ഹസ്കി എന്ന് പറഞ്ഞാൽ ജാനകിയമ്മയുടെ വോയിസ് ആ ഹസ്കിയിൽ വേറൊരു സ്ഥലത്ത് ഹസ്കി വരുമ്പോൾ ജാനകിയമ്മ വേറൊരു ടൈപ്പാണ് അത് അപ്ലൈ ചെയ്യണേ. മോൾ അത് ഫുൾ ഹസ്കി അല്ലാതെ ചില സ്ഥലങ്ങൾ മാത്രം എടുത്ത് അതിന്റെ ഭംഗി വേറെ ആയിരുന്നു. വെരി ഗുഡ് മോളെ നിങ്ങളുടെ ഗ്രൂമറിനൊരു പ്രത്യേക കൺഗ്രാറ്റ്സ് ഗ്രൂമേഴ്സിന്. സുജാതാന്റിയുടെ കണിക്കൊന്നകൾ എന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ ഒരു പല്ലവി പാടിത്തരുമോ? അയ്യോ എന്റെ കുഞ്ഞ് മോൾക്കറിയോ? മോളങ്ങ് പാടിക്കോ, ഞങ്ങൾ കേക്കട്ടെ. ഉഗ്രം പാട്ടാ, എനിക്കും വളരെ ഇഷ്ടമുള്ള പാട്ടാ. ഞാൻ ഇതുവരെ ആരും അത് ചോദിച്ചു കേട്ടിട്ടില്ല. കാരണം അത് അധികം അങ്ങനെ ഹിറ്റാവാത്തൊരു പാട്ടാണ്. ഞാൻ രവീന്ദ്രൻ മാസ്റ്റർ ഇങ്ങനത്തെ മെലഡി എന്ന് പറഞ്ഞ വളരെ കുറച്ചേ പാടിയിട്ടുള്ളൂ. അത് ഫുൾ പ്രോഗ്രാം ചെയ്ത് ശരത്താണ്, നമ്മുടെ ശരത്ത്. അപ്പൊ ഒരു 4 വരി ആ പാട്ട് പാട്, ഡെഡിക്കേറ്റ് ചെയ്തോ. കണിക്കൊന്നകൾ
പൂക്കുമ്പോൾ മണിത്തൊങ്ങലും ചാർത്തുമ്പോൾ ആരേകും വിഷുക്കൈ നീട്ടം കണിക്കൊന്നകൾ പൂക്കുമ്പോൾ മണിത്തൊങ്ങലും ചാർത്തുമ്പോൾ. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ എന്താ സുജുവിന്റെ പാട്ടും മോടെ പാട്ടും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിസ്റ്റേക്സ് ഉണ്ട് എങ്കിലും ടോട്ടൽ യു മെയിൻറ്റെയിൻ ദ ഫീൽ. യെസ്. We are giving you 100 out of 100. Thank you, sir. ആടി വെൽക്കം പൂക്കുറ്റി. വിഷമിക്കണടാ നീ, ഇതൊക്കെ ഹാപ്പി ആയിട്ട് എടുക്കണ്ടേ. സാരില്ല, ഓൾ ദി ബെസ്റ്റ് കേട്ടോ. Thank you, ചേച്ചി. ഊഞ്ചൽ ആടിനാൾ കണ്ണൂഞ്ചൽ ആടിനാൾ പൊന്നൂഞ്ചൽ ആടിനാൾ കാഞ്ചனை മാലേ മനമകിഴ്ந்தாள். ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണിനു കണ്ണാമെൻ കൺമണി. ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണിനു കണ്ണാം എൻ കൺമണി. കണ്ണൂഞ്ചലാടും മങ്കൈമണി നീ മാർഗഴിത്തിങ്കളിൻ മധുമലർമണിത്തട്ടിലെ പൊന്മാനോ പാൽക്കനവോ. നിൻ ജീവനിൽ ഉരുകുന്നു ഞാൻ ഒരു സ്നേഹഗംഗ നൈർമല്യമാ. എത്ര കണ്ടാലും മതിവരില്ലല്ലോ നിന്റെ നിലാചന്തം. പിന്നിൽ നിന്നിന്റെ കണ്ണു പൊത്തുമ്പോൾ എന്നെ മറന്നു ഞാൻ. നീലാമ്പൽ തേടി നമ്മൾ പണ്ടലഞ്ഞപ്പോൾ നീ തണ്ടുലഞ്ഞൊരാമ്പൽ പൂവായി നിന്നപ്പോൾ വരിവണ്ടായി ഞാൻ മോഹിച്ചു. നിൻ ജീവനിൽ ഉരുകുന്നു ഞാൻ ഒരു സ്നേഹഗംഗ നൈർമല്യമാ. നിന്നിഴൽ പോലെ കൂടെ വരാം ഞാൻ നീന്റെ സൂര്യനല്ലേ. വേളി നിലാവായി തേടി വരാം ഞാൻ നീ എൻ്റെ സന്ധ്യയല്ലേ. അന്നഗ്രഹാര രാത്രിയിൽ തേരുവന്നപ്പോൾ കരതാരിൽ നമ്മൾ മൺചിരാതും കൊണ്ടു നടന്നില്ലേ. തിരിയൂതി മെല്ലെ നെഞ്ചിൽ ചേർത്തില്ലേ. ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണിന്നു കണ്ണാമെൻ കൺമണി. കണ്ണൂഞ്ചലാടും മങ്കൈമണി നീ മാർഗഴിത്തിങ്കളിൻ
മധുമലർമണിത്തട്ടിലെ പൊന്മാനോ പാൽക്കനവോ ജീവനിൽ ഉരുകുന്നു ഞാൻ ഒരു സ്നേഹഗംഗ നൈർമല്യമാ ലോകമെമ്പാടുമുള്ള കലാസ്നേഹികൾ നെഞ്ചിലേറ്റിയ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ ഫിനാലെ അടുത്ത് വരികയാണ്. ക്വാർട്ടർ ഫൈനൽസ്, സെമി ഫൈനൽസ്, മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ. മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ ഓണ ദിവസമാണ്. ഓണ ദിവസം നിങ്ങൾക്കൊരു പ്രഥമൻ കൂട്ടിയുള്ളൊരു നല്ല സദ്യ. എല്ലാ കുട്ടികളും ചേർന്ന് അവരുടെ കഴിവ് തെളിയിക്കുന്ന ആ ദിവസം നമുക്കെല്ലാം ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കാം. മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലയിൽ ഒരു വിജയിയായിരിക്കും എന്ന് പറഞ്ഞ് ബാക്കി നമ്മുടെ കുട്ടികളാരും മോശക്കാരല്ല. എല്ലാവരും ഒന്നിനോടൊന്ന് ഒപ്പത്തോടൊപ്പം തോൾ ചേർന്ന് നിന്ന് വളരെ പരിശ്രമിക്കുകയാണ് ആ ഒന്നാം സ്ഥാനത്തേക്ക്. അത് ആരായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും നിങ്ങളുടെ അനുഗ്രഹം വേണം. ഈ ഓണ ദിവസം നിങ്ങൾ ഞങ്ങളോടൊപ്പം മാത്രം. സെപ്റ്റംബർ 15 കാത്തിരിക്കുക. അപ്പൊ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ അതിമനോഹരമായ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.